വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് സൈലൺ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇമോഫീലിയ. അതായത് നമ്മളിപ്പോൾ ഒരാളെ കണ്ടു, ഫസ്റ്റ് ടൈം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അവരുമായിട്ടൊരു പ്രണയത്തിലാവാനൊരു ടെൻഡൻസി തോന്നുകയും അത് പെട്ടെന്ന് ഫസ്റ്റ് ടൈം നമ്മൾ കാണുമ്പോൾ തന്നെ അയാളുമായിട്ട് പ്രണയത്തിലാവാൻ തോന്നുകയും ഇയാളാണ് എൻ്റെ സോൾമേറ്റ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഇമോഫീലിയ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളിൽ അവർ പല പാർട്ട്നേഴ്സുമായിട്ട് ലവിലാവുകയും അറ്റ് ദ സെയിം ടൈം ഒരേ സമയത്ത് തന്നെ അവർ പല പാർട്ട്നേഴ്സായിട്ട് ലവിലാവുകയും അൺസേഫ് ആയിട്ടുള്ള സെക്ഷൽ പ്രാക്ടീസസ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് അവർക്കൊരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു പാഷനാണ് നമ്മളവിടെ കാണുന്നത്. ഇവിടെ ഒരു നീഡിനപ്പുറത്തോട്ട് അവർക്കൊരു വാണ്ടാണ് അവരാവശ്യപ്പെടുന്നത്. അതായത് നീഡും വാണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? നീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർവൈവലിന് ബേസിക്കായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് നീഡെന്ന് പറയുന്നത്. എന്നാൽ വാണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സർവൈവലിന് അത് ആവശ്യമില്ല, പക്ഷെ നമുക്കൊരു പ്ലഷർ കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനാണ് നമ്മൾ വാണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഗ്ലാസ് വാട്ടർ കുടിക്കുന്നതിന് നമ്മുടെ ഹൈഡ്രേഷൻ നമുക്ക് ബോഡിയുടെ ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇപ്പോൾ അതൊരു വാണ്ട് അല്ലെങ്കിൽ വാണ്ടിൻ്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ അത് ഒരു സോഡ വേണമെന്ന് വാണ്ട് ചെയ്യാണ്. അതായത് നമുക്ക് ഹൈഡ്രേഷന് നമ്മൾ സോഡ തന്നെ വാങ്ങിക്കണമെന്നില്ല, പക്ഷെ നമുക്കൊരു അങ്ങനെ ഒരു പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് കുടിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സോഡ മേടിക്കുകയാണ്. അപ്പോൾ ഈ ഇമോഫീലിയുള്ള ആൾക്കാരിൽ കൂടുതലും വാണ്ടാണ് കണ്ടുവരുന്നത്. ഒരു നീഡിനേക്കാളും അവർക്കൊരു പ്ലഷറാണ് അതിൽ നിന്ന് അവർ സീക്ക് ചെയ്യാൻ നോക്കുന്നത്. ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പിനേക്കാളും കൂടുതലൊരു പ്ലഷറാണ് അവരതിൽ സീക്ക് ചെയ്യാൻ നോക്കുന്നത്. ഇങ്ങനെ ഹിമോഫീലിയ ഉള്ള ആൾക്കാരിൽ 2021 നടത്തിയൊരു സ്റ്റഡിയിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു ഡാർക്ക് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഉള്ള ആൾക്കാരുമായിട്ട് പെട്ടെന്ന് അട്രാക്റ്റ് ആവാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൈക്കോപാത്സ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് പെട്ടെന്ന് അവർക്ക് ലവിൽ ഫാൾ ചെയ്യാനും പിന്നീട് അതവർ മനസ്സിലാക്കിയാലും ആ ഒരു സ്റ്റേജ്, അതായത് അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് അവർ വരികയും ചെയ്യുകയാണ്. ഇങ്ങനെയുള്ളവരിൽ ഒരു റെഡ് ഫ്ലാഗ് അല്ലെങ്കിൽ കൊള്ളില്ലാത്ത ഒരു അവർക്ക് ചേരാത്ത ഒരു ലൈഫ് പാർട്ട്ണറിനെ അവർ ചൂസ് ചെയ്യുകയും പിന്നീട് അവർ ആ ഒരു റെഡ് ഫ്ലാഗ് അല്ലെങ്കിൽ അവരൊരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ അവർക്ക് ചേരാത്തൊരു ബിഹേവിയർ കാണുമ്പോൾ അവർക്ക് ആ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ട് വരികയാണ്. ബിക്കോസ് അവർ അവിടെ ഇമോഷണലി കണക്റ്റഡ് ആയി. സോ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു അൺഹെൽത്തി അറ്റാച്ച്മെൻറ്റ് ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുകയും പിന്നീട് അതൊരു ഹാംഫുൾ ഇമോഷണൽ കോൺസിക്വൻസസിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഐ ഹോപ്പ് ദ ടോപ്പിക് ഈസ് ക്ലിയർ ടു യു. താങ്ക് യു.